ഹലോ. ആ നീ തിരക്കിലാണോ? അല്ലടാ, പറഞ്ഞോ. എടാ ഒരു സെക്കൻഡേ. ഹലോ ഗീതു, ഹലോ. പറ. ആ അത് എനിക്ക് നിന്റെ ഒരു അഭിപ്രായം അറിയണമായിരുന്നു. എന്തിനെക്കുറിച്ച്? ഒരാൾ ഒരു ഗേൾഫ്രണ്ടൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞും കാണാനൊക്കെ പോവും. എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾ ഇപ്പം ഇങ്ങനെ പറയണതിൻ്റെ കാര്യം എന്തായിരിക്കും? നീ ആരെക്കുറിച്ചിട്ടാ ഈ പറയുന്നേ? ഒരാൾ. അതാരാ? കാരണം എന്തായിരിക്കണം? വുഡ് ആണോ? ശ്വേതേ? അതെ. ഓ, ഇതിനാണോ നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച പ്രശ്നം തീർന്നില്ലേ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലേ ഗീതു? അതുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലേ? ഇല്ല. അതെന്താ? നിനക്ക് ആൻറ്റിയോട് പറഞ്ഞുകൂടെ? അവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആൻറ്റിയോട് പറ. അമ്മയോട് ഞാൻ പറഞ്ഞതായിരുന്നു. എന്നിട്ട്? കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന്. അവനോ? എനിക്ക് തോന്നുന്നില്ല. ശരിയായില്ലെങ്കിലോ പിന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരില്ലേ? ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് ഈ കല്യാണം കാണണം. ആൻറ്റി അങ്ങനെ പറഞ്ഞോ? ശരി, ഞാനൊന്ന് ആൻറ്റിയോട് സംസാരിക്കട്ടെ. വേണ്ട, അമ്മയോട് ആരും സംസാരിക്കണ്ട. ഞാൻ ഈ കല്യാണത്തിന് റെഡിയാ. അവൻ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അറിഞ്ഞിട്ടെന്തിനാ? നീ ഇയാളെ കിട്ടി ലൈഫ് സ്പോയിൽ ചെയ്യാൻ പോവാണോ? അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞത് ശരിയാക്കുന്ന എന്താ ഉറപ്പുള്ളേ? നീ കുറച്ചുകൂടെ സ്ട്രോങ് ആവശ്യമേ. എല്ലാം കുട്ടികളായിട്ട് കാണല്ലേ. ഗീതു, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ നീയും അറിയുന്നതല്ലേ. അമ്മയും അമ്മായും ഇപ്പം നീയും എല്ലാവരും എന്നെയല്ലേ കുറ്റം പറയുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. പിന്നെ അർജുൻ്റെ കാര്യം പറഞ്ഞ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ ഒത്തിരി നാണം കെട്ടതാ. ഇനിയും അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ അവൻ ഇപ്പം ഇത് പറയേണ്ട കാര്യം എന്താ? എനിക്കിപ്പോൾ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തന്നെ വിളിക്കട്ടെ. നീ സമാധാനമായിട്ടിരിക്കുക. ഹലോ. ഇപ്പം എവിടെയാ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞോ? ഇതേ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. പിന്നെന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് സംസാരിക്കാം. പ്രവീണ് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കൺവെൻഷനിൽ താമസം താല്പര്യം ഉണ്ടാവില്ല. അവനിപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഈ വേണമൊക്കെ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചാൽ മതിയെന്നായിരിക്കും. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടോ? അതിനു മുമ്പേ പറയാത്തവർ അവനെന്തിനാ ഇപ്പം പറയുന്നത്? അതെനിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അവനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവന് വേറെ വല്ല അഫയർ ഉണ്ടെന്ന് കാണും. അത് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇവരൊക്കെ എന്തിനാണോ കല്യാണം കഴിക്കുന്നത്? ആരെ ബോധിപ്പിക്കാനാ? അപ്പോൾ ഇയാളുടെ ഫ്രണ്ട് കെട്ടണതാ? അതവൾക്ക് വേറെ വഴിയില്ല. അത് തന്നെയായിരിക്കും അവൻ്റെ അവസ്ഥ. അവളെപ്പോലെയാണോ അവൻ? എന്താ? അവനൊരാണല്ലേ? അപ്പം ആണിനും പെണ്ണിനും കാര്യങ്ങൾ ഒരുപോലെ അല്ല. അത് വിടറോ? അത് നമ്മുടെ അല്ലേ പ്രശ്നമല്ലേ? അതല്ല ഇവിടുത്തെ വിഷയം.
അല്ല ഇയാളുടെ ഫ്രണ്ട് എന്താ ഇവനെ കെട്ടുമെന്ന് പറയണത്? അവൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ആദ്യം എല്ലാവർക്കും എതിർപ്പായിരുന്നു. പിന്നെ അവളുടെ വാശികാരൻ എല്ലാവരും സമ്മതിച്ചപ്പോൾ അവനവൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വയ്യുന്നു. ഈ വിഷയത്തിൽ അവളുടെ അമ്മ ഒരുപാട് നാണം കിട്ടതാണ്. അപ്പോൾ അച്ഛനില്ലേ? ഇല്ല, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ഇതുകൊണ്ടൊക്കെയാവും അവൾ എതിർക്കാത്തത്. ഡൈവേഴ്സ് ആയി ഏതിലും വേഴ്സ് ആവില്ലേ? ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല, അവളുടെ അമ്മയ്ക്ക് കല്യാണം നടന്നു കാണണം. ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതെ, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻറ്റിയോട് ഞാൻ സംസാരിക്കാനോട് സമ്മതിക്കുന്നില്ല. ഇത് അവളല്ലേ ആരോട് പറഞ്ഞത്? അതെ. എനിക്ക് തോന്നുന്നു മറ്റെന്തോ കാരണം. എന്ത് കാരണം? അല്ല, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ. പ്രവീൺ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു അഫെയർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും അബദ്ധം. പിന്നെ ഇങ്ങനെ എടുത്താകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊന്നുമല്ല. പെണ്ണുങ്ങൾക്ക് ചിലതൊക്കെ എതിർക്കാൻ പറ്റാതെ വരും. പിന്നെ ആർക്കും വേണ്ടി ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചു തീർക്കും. അല്ലാതെ പ്രവീൺ കരുതുന്ന പോലെ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഗീതു അവളുടെ അമ്മോട് സംസാരിക്കണേ അവൾക്ക് എന്താ കുഴപ്പം? ഗീതു ഒരു സെക്കൻഡ്. ഗീതു പറഞ്ഞത് പോലെ ആണെങ്കിൽ ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ ഹി മൈറ്റ് ബി ഗേ. അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരിക്കും നല്ലത്. ഒരു മിനിറ്റ്. ആ ഹലോ. ആ ഗീതു, ഞാൻ കുറേ ആലോചിച്ചു. അവനൊരു കൺവെൻഷണൽ ഫാമിലിയോട് താല്പര്യമില്ല. പുറത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, US. പിന്നെ ചിലപ്പോൾ അവനൊരു ഗേ ആയിരിക്കും. എൻ്റെ ദൈവമേ, നിനക്ക് അവനോട് ഇത് വേണ്ട നോക്കാൻ പറഞ്ഞൂടെ? ഞാനിത് അവനോട് പറഞ്ഞു നോക്കി. അപ്പം അവൻ പറഞ്ഞു വേണമെങ്കിൽ നീ മാറിപ്പോക്കോളെ. അവൻ അങ്ങനെ പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് നിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിപ്പിക്കാം. വേണ്ട, അമ്മ ആരെയും വിളിക്കണ്ട. നീ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. എനിക്കറിയാം ഗീതു, എൻഗേജ്മെൻറ്റിന് മുമ്പായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ കല്യാണത്തിന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇനിയിപ്പോൾ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്നാലും ആൻറ്റിയോട് ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. വേണ്ട, നീ ഇത് അറിഞ്ഞതായിട്ട് പോലും അമ്മ അറിയണ്ട. അമ്മയ്ക്കത് കൂടുതൽ വിഷമാവുകയുള്ളൂ. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. കല്യാണത്തിന് നീ വരണം. എന്നാ വെക്കട്ടെ. എന്തു പറ്റി? ഒറ്റയ്ക്കേ ഉള്ളോ? എന്തേ, സുഖമല്ലേ? എന്താ ഈശോയുടെ കല്യാണം? അത് കഴിഞ്ഞു. ഇയാൾ ഞാൻ അന്ന് പറഞ്ഞു ഓർത്തിരിക്കുകയാണോ? ഇങ്ങനൊരു അവസ്ഥയിൽ ഇയാളാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം വിധിയെന്ന് ഓർത്തിരിക്കുമോ? എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അല്ല, ഒന്നും ശ്രമിക്കാതിരിക്കുമല്ലോ, അതോർത്ത് പറഞ്ഞതാ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആവണേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ആ റിലേഷൻഷിപ്പ് മുമ്പ് തന്നെ വേണ്ടാന്ന് വെക്കണത്? അല്ലേ, ഇയാളുടെ ഫ്രണ്ട് എനിക്ക് നേരിട്ട് അറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോർമലി ഒരാൾ അങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ ഞാനും ബിഹേവ് ചെയ്തുള്ളൂ. ശരിയാണ്. എന്നാലും അവളുടെ അപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ലല്ലോ. കല്യാണം കണ്ട് ഇപ്പം എന്താ അവളുടെ അവസ്ഥ? 3 ദിവസം കഴിഞ്ഞ് അവൻ US പോയി. അപ്പോൾ അവളോ? ഹലോ, എപ്പോ? എന്നിട്ട് നീ ഇപ്പം എവിടെയാ? അവളുടെ അവസ്ഥ എന്താ? ഞാൻ ഇപ്പം വരാം. ശ്വേതയുടെ അമ്മ മരിച്ചു.
ചടങ്ങുകൾക്കൊന്നും അവളുടെ ഹസ്ബൻഡ് വരില്ല എന്നാണല്ലോ കേട്ടത്. അവളുടെ അമ്മയുടെ സിറ്റുവേഷൻ ഇത്രയും ക്രിട്ടിക്കലായിരുന്നു എന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു അല്ലേ? അവൾക്കറിയായിരുന്നു. അപ്പം മോളുടെ കല്യാണം കാണുന്നുള്ള അമ്മയുടെ ആഗ്രഹം നടന്നു. അതിനൊക്കെയല്ലേ പ്രവീൺ സ്നേഹം എന്ന് പറയുന്നത്. അവളുടെ അമ്മോട് കാണിച്ച സ്നേഹമാണ്. പക്ഷേ തിരിച്ചോ? മരണത്തോടൊപ്പം ഓർമ്മകളും ഉണ്ടാവും, അറിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഓർമ്മകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുമുണ്ട്.